കൊച്ചിയിലെ ഏറ്റവും പ്രൈം ലൊക്കേഷൻസ് ആണ് ഇടപ്പള്ളി, കളമശ്ശേരി, അതുപോലെ കാക്കനാട് എന്നീ ലൊക്കേഷൻസ്. നമ്മൾ അതിൻ്റെ എല്ലാം മിഡിൽ പോർഷനിലായിട്ട്, അതായത് കറക്റ്റ് പറഞ്ഞാൽ കുസാറ്റ് എന്ന ലൊക്കേഷനിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അവിടെയുള്ളതായ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന മനോഹരമായ ഒരു സെമി ഫേർണിഷ്ഡ് 4 BHK വില്ല നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടാം. വെൽക്കം ടു മാഞ്ഞൂരൻ ഹോംസ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. എൻ്റെത് ഈ ബാക്കിൽ കാണുന്ന വില്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ, അതായത് കുസാറ്റ് ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്. 5.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വില്ല പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2400 സ്ക്വയർ ഫീറ്റിൽ 4 BHK വരുന്ന ഈ മനോഹരമായ വില്ല ഇടപ്പള്ളി, കാക്കനാട്, കളമശ്ശേരി എന്നീ ഏരിയയിലേക്കെല്ലാം വളരെ ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് നിൽക്കുന്നത്. കടന്നു വരാം നമുക്ക് വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ കലപ്പാക്കല്ലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയുള്ള ഒരു മുറ്റം ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിംഗ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് അവിടെയും ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. സോ 2 കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. കൂടാതെ നല്ലൊരു മനോഹരമായ ഒരു ഗാർഡനും കാര്യങ്ങളെല്ലാം സ്പേസ് നൽകിക്കൊണ്ടുള്ള ഒരു കോമ്പൗണ്ട് ഏരിയയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു ഏരിയയാണ്. ഒരു ഫ്ലോറിങ്ങിനായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നു. കൂടാതെ നല്ലൊരു പില്ലറിൽ നല്ലൊരു വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അകത്തെ പോർഷനിലേക്ക് പോകാം. നമുക്ക് വുഡ് എല്ലാം കാര്യങ്ങളെല്ലാം തേക്ക്, മഹാഗണി, ആഞ്ഞിലി തടികൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ വിശാലമായ മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലും ഡബിൾ ഹൈറ്റിലുള്ള നല്ലൊരു മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. കൂടാതെ TV യൂണിറ്റ് ഏരിയ, അതുപോലെ നല്ല സീലിംഗ് വർക്കുകൾ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. ഇവിടെ എല്ലാം പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം നല്ലൊരു മൾട്ടിവുഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്തതായി നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പോകാം. മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് കിച്ചണോട് ചേർന്ന് തന്നെയുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് അവിടെ കിട്ടുന്നത്. ഈ ഒരു ഏരിയയിലും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു ആംബിയർ ലൈറ്റും കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ യൂണിറ്റ് ആണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു വാഷ് ഏരിയ യൂണിറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തതായി നമുക്ക് കിച്ചൺ ഏരിയ സ്പേസിലേക്ക് പോവാം. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ സ്പേസ്. ഒരു മോഡുലാർ ഡിസൈനിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറേജുകളുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസ് ആണ്. എല്ലാ ഫെസിലിറ്റീസോട് കൂടിയുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഈ ഒരു കിച്ചൺ ഏരിയ സ്പേസിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഏരിയ യൂണിറ്റും ഇതിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിന് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെയുള്ള ഒരു ബെഡ്റൂം ഏരിയ ആണ്. എല്ലാ ഫെസിലിറ്റീസും, അതായത് നമുക്ക് വലിയൊരു വാർഡ്രോബ്, അതുപോലെ ഒരു ടേബിൾ, കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് വർക്കുമുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലുമാണ് കിട്ടുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക് പോകാം. ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡിലാണ് ബെഡ്റൂം ഏരിയ സ്പേസ് വരുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസ്. നല്ല വിശാലമായൊരു, നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഇതിൻ്റെ വാർഡ്രോബ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസോട് കൂടിയുള്ള ഒരു വാർഡ്രോബ് ഏരിയ ആണ് അവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയയും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്റ്റെയർ എല്ലാം നല്ലൊരു വുഡ് ഫിനിഷിലാണ്, വുഡ് ഗ്ലാസ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പെർഗോള സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു സ്റ്റെയർ കേസ് ആണ്. ഇവിടെ നല്ലൊരു ലൈറ്റ് കിടക്കുന്ന രീതിയിലുള്ള ഗ്ലാസ് ഇട്ട ഒരു ഏരിയ എല്ലാം നൽകിയിട്ടുള്ള നല്ലൊരു സ്റ്റെയർ കേസ് ആണ്. പോകാൻ നമുക്ക് മുകളിലേക്ക് അവിടെ 2 ബെഡ്റൂം, ബാൽക്കണി, യൂട്ടിലിറ്റി ഏരിയ എന്നിവയുണ്ട്. കണ്ടു നോക്കാം. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നല്ല ഒരു വിശാലമായ ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു TV യൂണിറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ലൊരു വലിയൊരു TV യൂണിറ്റ് ഏരിയ ആണ് ഈ ഒരു ഇതിൽ കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് ഇതിൻ്റെ ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ്. അത് നമുക്ക് അവിടെ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ എല്ലാം പാർട്ടീഷനും കാര്യങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടീഷനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. നല്ല വിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ സീലിംഗ് വർക്കും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ എന്നിവയെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം എൻറ്റയർലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. വളരെ വലിയൊരു ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വാർഡ്രോബ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഒരു വാർഡ്രോബ് ഏരിയ സ്പേസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിലും നൽകിയിരിക്കുന്നു. അവസാനമായി ഞാനൊരു മനോഹരമായ ഒരു വിശാലമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഹാൻഡ് റെയിൽ ഗ്ലാസ് സ്റ്റീൽ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്നു. കുറേ നല്ലൊരു സീലിംഗ് വർക്കും അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ നല്ലൊരു ഗ്രിൽ, ഒരു സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള ചെറിയൊരു ഡിസൈൻ വർക്കും കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നു.
സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറണാകുളത്തിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനാണ്. കാക്കനാട്, എടപ്പള്ളി, കളമശ്ശേരി എന്നീ ഏരിയയിലേക്ക് വളരെ ഈസി ആക്സസ് ഉള്ള കുസാറ്റ് ക്യാമ്പസിൻ്റെ വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ 5.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്നിവയാണ് ഇതിന് വരുന്നത്. ഈ വീടിന് ഇവർ ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഹോം ലോൺ സൗകര്യമുള്ള കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീട് നേരിട്ട് വന്ന് കാണുവാനും ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.